പാദ്രീസ് യാത്രയുടെ ഈ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഗുജറാത്തിലാണ്. ഗുജറാത്തിലെ അഹമ്മദാബാദ് സിറ്റിയിലാണ് ആയിരിക്കുന്നത്. അവിടെ എല്ലാ വർഷവും നടത്തപ്പെടുന്ന സബർമതി റിവർ ഫ്രണ്ടിലുള്ള ഫ്ലവർ ഷോയിലാണ് ഞാൻ ആയിരിക്കുന്നത്. എല്ലാ വർഷവും ആരംഭത്തിൽ, അതും ജനുവരി മാസം ആകമാനം പൂർണ്ണമായും ഒരു ഫ്ലവർ ഷോ സബർമതി റിവർ ഫ്രണ്ടിൻ്റെ ഭാഗത്തായിട്ട് ഒരുക്കുന്ന ഒരു പതിവാണ് മുനിസിപ്പൽ കോർപ്പറേഷന് ഉള്ളത്. ഈ വർഷവും അതിമനോഹരമായ രീതിയിലാണ് ഈ ഒരു ഫ്ലവർ ഷോ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 2025 ആണ്ടിലെ ജനുവരി മാസത്തിലെ ഈ ഒരു ഫ്ലവർ ഷോയിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുവാൻ വേണ്ടിയിട്ടാണ് പാദ്രീസ് യാത്രയുടെ ഈ ഒരു എപ്പിസോഡ് കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. പൂക്കൾ കൊണ്ട് കമാനങ്ങൾ തീർത്തുകൊണ്ട് വെൽക്കം ചെയ്യുന്ന ഒരു ഫ്ലവർ ഷോയാണ് ഏറ്റവും ആദ്യമേ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മനോഹരമായ സബർമതി റിവർ ഫ്രണ്ട്. എല്ലാ വർഷവും വ്യത്യസ്തമായ രീതിയിലാണ് ഈ ഒരു ഫ്ലവർ ഷോ ഇവിടെ അരങ്ങ് കുറിക്കുന്നത്. ഈ വർഷവും വ്യത്യസ്തതയ്ക്കൊന്നും മാറ്റമില്ലാതെ അതിമനോഹരമായ രീതിയിൽ ഒരു ഫ്ലവർ ഷോ അവർ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. വിദഗ്ധരായ വ്യക്തികളാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഒത്തിരിയേറെ ബുദ്ധിശാലികളുടെ ഒത്തിരി നാളത്തെ പരിശ്രമങ്ങൾക്കൊടുവിലാണ് മനോഹരമായ റിവർ ഫ്രണ്ട് ഫ്ലവർ ഷോ ഈ ഒരു ഭാഗത്ത് ഓരോ വർഷവും ഒരുക്കപ്പെടുന്നത്. ദീർഘവീക്ഷണവും ദീർഘജ്ഞാനവും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ധാരാളം ആളുകൾ ഈ ഒരു റിവർ ഫ്രണ്ടിലേക്ക് ജനുവരി മാസത്തിൽ കടന്നു വരുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്കെല്ലാവർക്കും ഉത്തേജനം നൽകുന്ന രീതിയിലുള്ള മനോഹരമായ കാഴ്ചകൾ കൊണ്ട് അലങ്കരിച്ചുകൊണ്ടാണ് ഈ ഫ്ലവർ ഷോ ഓരോ വർഷവും അരങ്ങ് കുറിക്കുന്നത്. ഈ വർഷം ഫ്ലവർ ഷോയുടെ റേറ്റ് കൂട്ടിയിട്ടുണ്ട്. 70 രൂപയാണ് ഒരാൾക്ക് പ്രവേശന ഫീസായിട്ട് ഇവ ഈടാക്കുന്നത്. പാർക്കിംഗ് ഫ്രീ ആണ്. എങ്കിലും ഇത്ര ബൃഹത്തായ ഒരു സംവിധാനം ഒരുക്കുമ്പോൾ ഈ ഒരു ഫീസ് ഒരു കാരണവശാലും അധികമല്ല എന്നുള്ള കാര്യം കൂടി എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കോടിക്കണക്കിന് രൂപ മുടക്കിയാണ് ഓരോ വർഷവും ഈ ഒരു സബർമതി റിവർ ഫ്രണ്ടിൻ്റെ ഭാഗത്ത് ഇതുപോലെയുള്ള ഫ്ലവർ ഷോ ഒരുക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു തുക ഒരു കാരണവശാലും ഒരു വ്യക്തിക്കും നഷ്ടമാവുകയില്ല എന്നുള്ള കാര്യം ഞാൻ ഉറപ്പു പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ദുബായ് ഗാർഡനിലുള്ള മോഡലിലാണ് ഈ ഒരു ഫ്ലവർ ഷോ ഓരോ വർഷവും ഇവിടെ അരങ്ങ് തകർക്കുന്നത്. ഈ വർഷവും വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഫ്ലവർ ഷോയാണ് ഇവിടെ എത്തിച്ചേരുന്നവർക്ക് കാണുവാൻ സാധിക്കുക. നല്ല തണുപ്പുള്ള സമയമാണ് ജനുവരി മാസം എന്ന് പറയുന്നത്. ഗുജറാത്തിൽ ധാരാളം ആളുകൾ കടന്നു വരുന്ന സമയം, ടൂറിസം അതിൻ്റെ പൂർണ്ണതയിൽ നടക്കുന്ന ഒരു സമയം. അതുകൊണ്ട് തന്നെ റോഡുകളുടെ വികസന കാര്യത്തിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ ഏറെ ബദ്ധശ്രദ്ധരായിട്ടാണ് ഓരോ കാര്യങ്ങളും ഈ ഒരു ഫ്ലവർ ഷോയോട് അനുബന്ധിച്ച് മുനിസിപ്പൽ കോർപ്പറേഷൻ ചെയ്തു വരുന്നത്. ധാരാളം ആളുകൾ ഈ ഒരു ഫ്ലവർ ഷോയോടനുബന്ധിച്ച് ഈ ഒരു ഭാഗത്ത് ഈ ഒരു സമയത്ത് കടന്നു വരുന്നതാണ് എന്നുള്ള കാര്യത്തിൽ ഇവർക്ക് ഉറപ്പുണ്ട്. അതിൽ ചിലപ്പോൾ ഫോറിനേഴ്സ് ഉണ്ടാവാം, ഇന്ത്യയുടെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കടന്നു വരുന്നവരുണ്ടാവാം, ഗുജറാത്തിൻ്റെ തന്നെ വിവിധ ജില്ലകളിൽ നിന്ന് എത്തിച്ചേരുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ വന്നു പോകുന്നതായതുകൊണ്ട് അതിന് പറ്റിയ രീതിയിലുള്ള ഓരോ ക്രമീകരണങ്ങളും സെക്യൂരിറ്റിയെ വെച്ചും പോലീസായിട്ടും അല്ലാതെയും ഒക്കെ ഈ ഒരു ഭാഗത്ത് ക്രമീകരിക്കുന്നുണ്ട്. ഈ ഒരു ഫ്ലവർ ഷോ കാണുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേരുന്നവർക്ക് ഒരു രീതിയിലുമുള്ള നഷ്ടമുണ്ടാകരുത് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ ഓരോ ക്രമീകരണങ്ങളും ഈ ഒരു ഫ്ലവർ ഷോയോട് അനുബന്ധിച്ച് നടത്തിയിരിക്കുന്നത്. കുട്ടികളെ ആകർഷിക്കുവാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള രീതികളും കാര്യങ്ങളും ഒക്കെ സ്വീകരിക്കുന്നുണ്ട്. ഫോട്ടോഗ്രാഫേഴ്സിനെ ആകർഷിക്കുവാൻ വേണ്ടി അതിന് പറ്റിയ രീതിയിലുള്ള സംവിധാനങ്ങളും ഇവർ ഒരുക്കിയിട്ടുണ്ട്. എവിടെ നോക്കിയാലും പൂക്കൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ വസന്തം. തണുപ്പ് കാലമായതുകൊണ്ട് യഥേഷ്ടം പൂക്കളെല്ലാം അതിമനോഹരമായിട്ട് എനിക്ക് കാണപ്പെടുകയാണ്. എനിക്ക് മാത്രമല്ല മറ്റുള്ളവരും ഇതേ അഭിപ്രായം തന്നെ അഭിപ്രായപ്പെടും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. ധാരാളം ആളുകൾ ഇവിടെ എത്തിച്ചേരുകയും ഫോട്ടോഷൂട്ട് നടത്തുകയൊക്കെ ചെയ്യുന്ന നല്ല പതിവ് ശൈലികൾ ഈ ഒരു ഭാഗത്തുണ്ട്. അത്രമാത്രം മനോഹാരിത അടങ്ങിയിരിക്കുന്ന
നല്ല ഒരു പ്രദേശമായിട്ട് ഇതിനോടകം ഇത് മാറിയിട്ടുണ്ട്. ഒത്തിരിയേറെ വിദഗ്ധരായ ആളുകളുടെയും ഒത്തിരിയേറെ ആളുകളുടെ പരിശ്രമത്തിൻ്റെയും ഒക്കെ ഫലമായിട്ടാണ് ഈ ഒരു ഫ്ലവർ ഷോ ഓരോ വർഷവും ഈ ഒരു സബർമതി റിവർ ഫ്രണ്ടിൻ്റെ ഭാഗത്ത് അരങ്ങ് കുറിക്കുന്നത്. മനോഹരമായ ഈ ഒരു ഫ്ലവർ ഷോ ഏതൊരു വ്യക്തിയും ഇവിടെ വന്ന് കാണേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആളുകൾക്ക് ഏറെ ഇമ്പമാറുന്ന രീതിയിലാണ് ഇതിൻ്റെ കമാന വർക്കുകൾ പോലും ഇവർ ചെയ്തിരിക്കുന്നത്. മുഴുവനും പൂക്കൾ കൊണ്ടാണ് അലങ്കരിച്ചിരിക്കുന്നത്. ബഹുനില കെട്ടിടങ്ങളൊക്കെ ഇതിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇതൊക്കെ കാഴ്ചകൾക്ക് ഏറെ ഇമ്പം പകരുന്നതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒപ്പം ഞാൻ ഒരു നിമിഷം ഓർത്തു പോവുകയാണ്, ഓരോ ദിവസവും ഈ ഒരു ഫ്ലവർ ഷോയോട് അനുബന്ധിച്ച് ഈ ഒരു പൂക്കളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുവാൻ വേണ്ടി എത്ര ആളുകളുടെ പരിശ്രമം ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഒരു ദിവസങ്ങളിലാണ് ഇവിടെ എത്തിച്ചേർന്നത്. അതുകൊണ്ട് തന്നെ വലിയ ഒരു ജനങ്ങളുടെ ബാഹുല്യം എനിക്ക് കാണുവാൻ സാധിച്ചില്ല. എന്നാൽ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളെ കൂട്ടിച്ചേർത്തുകൊണ്ട് അധ്യാപകർ ഈ ഒരു റിവർ ഫ്രണ്ടിലുള്ള ഈ ഒരു ഫ്ലവർ ഷോ കാണുവാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത് സ്കൂൾ ദിവസമായതുകൊണ്ട് ദിവസങ്ങളിൽ എനിക്ക് വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ കാണുവാൻ സാധിക്കുകയായിരുന്നു. കുട്ടികളെ സംബന്ധിച്ചോളം ഒരു വലിയൊരു വിനോദ സഞ്ചാരം കിട്ടിയ ഒരു പ്രതീതിയാണ് അവരുടെ മുഖങ്ങളിലൊക്കെ എനിക്ക് കാണുവാൻ സാധിക്കുന്നത്. വളരെയധികം അടുക്കും ചിട്ടയും ഒക്കെയായിട്ടാണ് കുട്ടികൾ ലൈനായിട്ട് ഈ ഒരു ഫ്ലവർ ഷോ കാണുവാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത്. അധ്യാപകരുടെ പ്രത്യേകമായ നിർദ്ദേശപ്രകാരം വളരെ ഭംഗിയായിട്ട് അവർ ഈ ഒരു ഫ്ലവർ ഷോ ആസ്വദിക്കുന്നതും എനിക്ക് കാണുവാൻ സാധിക്കുകയുണ്ടായി. നമ്മുടെ കണ്ണുകൾക്കൊക്കെ ഏറെ ഇമ്പം പകരുന്ന രീതിയിലുള്ള മനോഹരമായ അറേഞ്ച്മെൻറ്റ്സ് ആണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എത്ര വലിയ ആശയമാണ് ഈ ഒരു ഫ്ലവർ ഷോയിലൂടെ ഇതിൻ്റെ സംഘാടകർ ബാക്കിയുള്ളവർക്ക് കൈമാറുന്നത് എന്നുള്ള കാര്യം ഞാൻ ഒരു നിമിഷം ഓർത്തു പോവുകയാണ്. ഇത്രമാത്രം ഒരു വീക്ഷണം ഇവർക്ക് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എത്രമാത്രം അവർ ആലോചനാ സംഘങ്ങളുമൊക്കെയായിട്ട് ആലോചന നടത്തിയതിന് ശേഷമാണ് ഈ ഒരു സംവിധാനം ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഒത്തിരിയേറെ ചിന്തിച്ചും ഒത്തിരിയേറെ അറിവുകളുടെ അടിസ്ഥാനത്തിലും ഒക്കെയാണ് മനോഹരമായ ഈ ഒരു ഫ്ലവർ ഷോ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വന്ന് കാണുന്നവർക്ക് എന്തെങ്കിലും ലഭിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഓരോ വർഷവും വ്യത്യസ്തമായ രീതിയിൽ ഈ ഒരു ഭാഗത്ത് അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുന്നത്. ഈ വർഷവും വന്ന് കാണുന്നവർക്ക് ഒരു രീതിയിലും നഷ്ടമുണ്ടാകാത്ത രീതിയിലുള്ള ഒരുക്കങ്ങളാണ് ഈ ഒരു ഫ്ലവർ ഷോയോട് അനുബന്ധിച്ച് ഇവർ നടത്തിയിരിക്കുന്നത്. ഏതായാലും ഇതിൻ്റെ സംഘാടകരെ ഒരു കാരണവശാലും അഭിനന്ദിക്കാതിരിക്കാൻ പറ്റുകയില്ല. അത്രമാത്രം ബൃഹത്തായ രീതിയിലും വ്യത്യസ്തമായ രീതിയിലും മനോഹരമായ അറേഞ്ച്മെൻറ്റ്സ് ആണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപ മുടക്കിയാണ് ഇത്ര ബൃഹത്തായ സ്ഥലത്ത് ഇത്ര ബൃഹത്തായ രീതിയിൽ ഈ ഒരു ഫ്ലവർ ഷോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു മെച്ചം തീർച്ചയായിട്ടും നമുക്ക് വന്ന് കാണുന്നവർക്ക് പ്രതീക്ഷിക്കുവാൻ വകയുണ്ട് എന്നുള്ള കാര്യം കൂടി എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നയന മനോഹരമായ കമാനങ്ങൾ ഇതിൻ്റെ വലിയൊരു പ്രത്യേകതയായിട്ട് ഈ ഒരു ഭാഗത്ത് നിലകൊള്ളുകയാണ്. 2025 ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എടുത്തു കാണിക്കുന്നതും ഈ വലിയ കമാനങ്ങൾ തന്നെയാണ്. മനോഹരമായ നല്ല ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സിനോട് ചേർന്ന നല്ല വലിയ കമാനങ്ങൾ ഈ ഒരു ഭാഗത്ത് കാണുവാൻ സാധിക്കും. ഈ കമാനം കടന്ന് അകത്തേക്ക് പ്രവേശിക്കുമ്പോഴാണ് ഈ ഒരു ഫ്ലവർ ഷോയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. അതിന് സ്വാഗതം ചെയ്യുവാൻ വലിയൊരു ബൊക്ക, അതും നമ്മളെക്കാൾ 10 മടങ്ങ് വലിപ്പമുള്ള വലിയൊരു ബൊക്ക കൊണ്ടാണ് നമ്മളെ സ്വീകരിക്കുന്നത്. കമാന് കടന്നു വരുന്നവർക്ക് ഏറെ കാഴ്ചയ്ക്ക് ഇമ്പം പകരുന്ന രീതിയിലുള്ള സ്വാഗതമാണ് ഇവർ നടത്തിയിരിക്കുന്നത്. ഈ ഒരു ഫ്ലവർ ഷോ നടക്കുന്ന ഈ ഒരു ഗാർഡൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അടൽ ബ്രിഡ്ജ് നിലകൊള്ളുന്നത്. അതിന് പ്രത്യേക ഫീസ് ഇവർ ഈടാക്കുന്നുണ്ട്. ഈ ഒരു ഗാർഡനിൽ നിന്ന് തന്നെ അതിൻ്റെ ടിക്കറ്റുകൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഈ ഗാർഡനിൽ നിന്ന് തന്നെ ഈ ഒരു അടൽ ബ്രിഡ്ജ് കാണുവാനുള്ള സംവിധാനവും അവർ ഒരുക്കിയിട്ടുണ്ട്. ഒരു വെടിക്ക് 2 പക്ഷി എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ അവർ നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷമാണ് ഈ അടൽ ബ്രിഡ്ജിൻ്റെ
ഉദ്ഘാടന കർമ്മങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തിയിരിക്കുന്നത്. സബർമതി റിവർ ഫ്രണ്ടിന് കുറുകെയാണ് ഈ ഒരു അടൽ ബ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത്. ഏതായാലും ഈ ഒരു ഫ്ലവർ ഷോയോടനുബന്ധിച്ച് ഇവിടെ എത്തിച്ചേരുന്ന എല്ലാവരും തന്നെ ഈ ഒരു അടൽ ബ്രിഡ്ജിൻ്റെ ഫീസും കൂടെ കൊടുത്ത് അതും കൂടെ കണ്ടതിന് ശേഷമായിരിക്കാം പുറത്തിറങ്ങുന്നത്. ഏതായാലും വലിയ പ്ലാനോടും പദ്ധതിയോടും കൂടിയാണ് ഇതിൻ്റെ സംവിധായകർ മുഴുവനും കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ഒരു ഗാർഡനിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ എങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലും അവിടെയെല്ലാം പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന വ്യത്യസ്തമായ ആകൃതിയിലും വ്യത്യസ്തമായ രീതിയിലുമുള്ള ഒത്തിരിയേറെ കാര്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഗുജറാത്ത് സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഗുജറാത്ത് സംസ്കാരം അതിൻ്റെ പൂർണ്ണതയിൽ എടുത്തു കാണിക്കുന്ന രീതിയിലുള്ള ഒത്തിരിയേറെ കാര്യങ്ങൾ ഈ ഒരു ഫ്ലവർ ഷോയോട് അനുബന്ധിച്ച് ഈ ഒരു ഭാഗത്ത് കാണുവാൻ സാധിക്കും. ഗുജറാത്ത് സ്റ്റേറ്റിൻ്റെ സംസ്കാരം എന്താണ് എന്നുള്ള കാര്യം മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ള ഉദ്ദേശം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുകയാണ്. ഓരോ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിമനോഹരമായ രീതിയിലാണ്. പൂർണ്ണമായും പൂക്കൾ ഉപയോഗിച്ചാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അതിശയം എന്ന് പറയുന്നത്. എത്ര പേരുടെ എത്ര നാളത്തെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ഇത് എന്നുള്ള കാര്യം ഞാൻ ഓർത്തു പോവുകയാണ്. ഇതിൻ്റെ എൻജിനീയറെ തീർച്ചയായിട്ടും സമ്മതിച്ചേ പറ്റുകയുള്ളൂ. കാരണം അത്രമാത്രം ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ഓരോ ഭാഗവും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സംഘാടകരെ എത്രമാത്രം അഭിനന്ദിച്ചാലും മതിയാവുകയില്ല. അത്രമാത്രം ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ഗുജറാത്ത് സ്റ്റേറ്റ് ഇതിനെ നോക്കിക്കാണുകയും ഇതിൻ്റെ സംവിധാനങ്ങൾ മുഴുവനും ഒരുക്കിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ വന്ന് കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒന്നിനും ഒരു രീതിയിലും കുറവുകളുണ്ടാവാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് മുഴുവനും ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഭാഗത്ത് ഫ്ലവർ ഷോയുമായി ബന്ധപ്പെട്ട ഗാർഡനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നിലകൊള്ളുന്നതെങ്കിൽ മറുഭാഗത്ത് ഇതിൻ്റെ ഒരു ഫുഡ് കോർട്ട് നിലകൊള്ളുന്നുണ്ട്. ധാരാളം ആളുകൾ വന്നു പോകുന്നതാണ്. തീർച്ചയായിട്ടും ഗുജറാത്ത് സംസ്കാരവുമായി ബന്ധപ്പെട്ട ഫുഡുകൾ രുചിച്ചു നോക്കാതെ ഇവിടുന്ന് പോകാറില്ല. അതുകൊണ്ട് തന്നെ അതിന് പറ്റിയ രീതിയിലുള്ള ഫുഡ് കോർട്ടുകളൊക്കെ നമുക്ക് ആ ഒരു ഭാഗത്ത് കാണുവാൻ സാധിക്കും. അതിൻ്റെ ചിത്രീകരണമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഞാൻ നടത്തിയിട്ടില്ല. എങ്കിലും അത് ഗുജറാത്ത് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള ഫുഡ് കോർട്ടുകളാണ് കൂടുതലായിട്ട് അവിടെ കാണുവാൻ സാധിക്കുന്നത്. ഈ ഒരു ഫ്ലവർ ഷോയിലേക്ക് കടന്നു വരുന്ന ഏതൊരു വ്യക്തിയും ഗുജറാത്ത് സംസ്കാരം എന്താണെന്നും ഗുജറാത്തിൻ്റെ ഫുഡിൻ്റെ രീതികൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒത്തിരിയേറെ കാര്യങ്ങളാണ് ഒരു നിമിഷം കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഞാൻ ഏകദേശം 2 മണിക്കൂർ സമയമെടുത്താണ് ഈ ഒരു ഫ്ലവർ ഷോ പൂർണ്ണമായിട്ടും കണ്ടു തീർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു എപ്പിസോഡിൽ പൂർണ്ണമായ ഒരു ചിത്രീകരണം ഞാൻ നടത്തുവാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. അതിനുള്ള കാരണമെന്ന് പറയുന്നത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ കോടിക്കണക്കിന് രൂപ മുടക്കിയാണ് ഈ ഒരു ഫ്ലവർ ഷോ ഇതിൻ്റെ സംഘാടകർ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പൂർണ്ണതയിലുള്ള ഒരു വീക്ഷണം പിന്നീടാണെങ്കിലും എനിക്ക് അയവിറക്കുവാനും എൻ്റെ പ്രേക്ഷകർക്ക് അയവിറക്കുവാനും സാധിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ വീഡിയോ ചിത്രീകരണം ഞാൻ പൂർണ്ണമായിട്ട് പകർത്തുവാൻ പരിശ്രമിച്ചിരിക്കുന്നത്. ഒരു ഭാഗവും വിട്ടുപോകുവാൻ പാടില്ല എന്നുള്ള ഒരു നിർബന്ധം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ ഭാഗവും അതിൻ്റെ ശരിയായ വീക്ഷണ രീതിയിൽ തന്നെയാണ് ഞാൻ വീഡിയോ ചിത്രീകരണം നടത്തിയിരിക്കുന്നത്. ആയതിനാൽ തന്നെ അരമണിക്കൂർ ദൈർഘ്യത്തിലുള്ള ഒരു എപ്പിസോഡാണ് ഈ ഒരു പാദ്രീസ് യാത്രയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ധാരാളം ആളുകൾ വന്ന് കണ്ടു പോകുന്ന മനോഹരമായ ദൃശ്യഭംഗികൾ ഒരു കാരണവശാലും മറ്റുള്ളവർക്ക് മിസ്സാകരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു പൂർണ്ണമായ റെക്കോർഡിംഗ് ഞാൻ നടത്തിയിട്ടുണ്ട്. ഈ ഒരു ഫ്ലവർ ഷോ കാണുവാൻ വേണ്ടി വിവിധ സ്റ്റേറ്റുകളിൽ നിന്ന് കടന്നു വരുന്ന VIP-കളെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക സംവിധാനങ്ങളും നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. അവർക്ക് സഞ്ചരിക്കുന്നതിന് വേണ്ടി സ്പെഷ്യൽ വെഹിക്കിൾ ഈ ഒരു ഗാർഡനുള്ളിലൂടെ കടന്നു പോകുന്നതും എനിക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അത്രമാത്രം കാര്യക്ഷമമായിട്ടാണ് ഈ ഫ്ലവർ ഷോയെ എല്ലാവരും നോക്കിക്കാണുന്നത്. ഗുജറാത്ത് സ്റ്റേറ്റ് മാത്രമല്ല, തൊട്ടടുത്തുള്ള സ്റ്റേറ്റുകളിൽ നിന്നുള്ള VIP-കൾ പോലും ഈ ഒരു ഫ്ലവർ ഷോ കാണുവാൻ വേണ്ടി എത്തിച്ചേരുന്നുണ്ട് എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഫ്ലവർ ഷോയോട് അനുബന്ധിച്ച്
നമുക്ക് ഈ ഒരു ഭാഗത്ത് ലഭ്യമാകുന്ന എല്ലാ പൂക്കളും നമുക്ക് ഈ ഒരു സ്ഥലത്ത് കാണുവാൻ സാധിക്കും. അഹമ്മദാബാദ് എന്ന് പറയുന്നത് ഗുജറാത്തിൻ്റെ മെയിൻ സിറ്റി ആയതുകൊണ്ട് ഈ ഒരു സബർമതിയോട് അനുബന്ധിച്ച് തന്നെയാണ് എയർപോർട്ട് നിലകൊള്ളുന്നത്. അതുകൊണ്ട് ഈ ഫ്ലവർ ഷോ കാണുന്ന അവസരത്തിൽ ധാരാളം ഫ്ലൈറ്റുകൾ ആകാശത്ത് കൂടി മിന്നായം പോലെ കടന്നു പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതും നമുക്ക് നല്ല നല്ല കാഴ്ചയായിട്ടാണ് അയവിറക്കുവാൻ സാധിക്കുന്നത്. ഇടയ്ക്ക് കടന്നു പോകുന്ന ഈ ഫ്ലൈറ്റുകളുടെ നല്ല വീക്ഷണങ്ങൾ ഞാൻ എൻ്റെ വീഡിയോയിൽ പകർത്തുവാൻ ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ കണ്ണുകൾക്ക് ഏറെ ഇമ്പം പകരുന്ന രീതിയിലുള്ള സംവിധാനങ്ങളാണ് ഈ ഒരു ഫ്ലവർ ഷോയോട് അനുബന്ധിച്ച് ഇവിടുത്തുകാർ പ്രത്യേകമായിട്ട് ഒരുക്കിയിരിക്കുന്നത്. എത്ര മനോഹരമായ കാഴ്ചകളാണ് ചുറ്റുപാടും നിറഞ്ഞു നിൽക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ ചിന്തിച്ചു പോവുകയായിരുന്നു. എങ്ങനെയാണ് ഇത്ര ബൃഹത്തായ രീതിയിൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ സാധിക്കുന്നത് എന്ന് ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു പോവുകയായിരുന്നു. അതിനിടയിലാണ് ആനന്ദ് എന്ന് പറയുന്ന ഒരു ഗാർഡൻ കയറി കാണുവാൻ എനിക്ക് അവസരം ലഭിച്ചത്. വീഡിയോ ചിത്രീകരണം ഇതിനുള്ളിൽ സാധ്യതമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു അവസരം ഞാൻ മുതലെടുക്കുകയായിരുന്നു. വിൽപ്പനയ്ക്കായിട്ട് വച്ചിരിക്കുന്ന ധാരാളം ചെടികളാണ് ഈ ഒരു ഗാർഡനുള്ളിൽ എനിക്ക് കാണുവാൻ സാധിക്കുന്നത്. വ്യത്യസ്ത തരത്തിലും വ്യത്യസ്ത രീതിയിലും ഒക്കെയുള്ള ഒത്തിരിയേറെ ചെടികളുടെ വലിയ ഒരു പ്രദർശനം തന്നെയാണ് ഈ ഒരു ഫ്ലവർ ഷോയോടനുബന്ധിച്ച് ഈ ഒരു ഭാഗത്ത് കാണുവാൻ സാധിക്കുന്നത്. ഒത്തിരിയേറെ വിലപിടിപ്പുള്ള ഒത്തിരിയേറെ ചെടികളാണ് ഈ ഒരു ഭാഗത്ത് കാണുവാൻ സാധിക്കുന്നത്. വലിയ വലിയ VIP-കളൊക്കെ എത്തിച്ചേരുന്നതാണെന്നും ലക്ഷങ്ങൾ കൊടുത്തുകൊണ്ട് ഈ ഒരു ഫ്ലവറുകളൊക്കെ അവരുടെ വീടുകളിൽ വയ്ക്കുവാൻ വേണ്ടി കൊണ്ടുപോകും എന്നുള്ള ഉറപ്പും അവർക്കുള്ളത് കൊണ്ടൊക്കെ ആയിരിക്കാം ഇത്രയും വിലപിടിപ്പുള്ള ഈ മനോഹരമായ ഈ ഒരു ചെടികളൊക്കെ ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന രീതിയിലുള്ള സ്പെഷ്യൽ രീതിയിലുള്ള ചെടികളും എനിക്ക് ഈ ഒരു ഗാർഡനുള്ളിൽ കാണുവാൻ സാധിച്ചിട്ടുണ്ട്. ആ ഗാർഡനൊക്കെ കണ്ടതിന് ശേഷം വീണ്ടും ഫ്ലവർ ഷോയിലേക്ക് ഞാൻ കടന്നു വരികയായിരുന്നു. അടൽ ബ്രിഡ്ജ് ദീർഘവീക്ഷണം പോലെ എനിക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങോട്ട് നോക്കിയാലും ചുറ്റുപാട് നോക്കിയാലും ഒക്കെ ഫ്ലവർ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന പ്രദേശങ്ങൾ അത് ഒരു കാണേണ്ട കാഴ്ച തന്നെയാണ്. വീഡിയോയിലല്ല, നേരിട്ട് കാണേണ്ട കാഴ്ച തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ വച്ചിരിക്കുന്ന കമാനങ്ങൾ പോലും പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ഫ്ലവർ ഷോയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗത്ത് കാണുന്ന ഓരോ വസ്തുക്കളും ഓരോ മൃഗങ്ങളും പോലും പൂക്കൾ കൊണ്ടാണ് അലങ്കരിച്ചിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. വിദഗ്ധരായ വ്യക്തികളുടെ വൈവിധ്യമാർന്ന കഴിവുകളുടെ വലിയൊരു പ്രദർശനം കൂടിയായിരുന്നു ഈ ഒരു ഫ്ലവർ ഷോ എന്ന് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത്രമാത്രം കലാവിരുതുകളോടുകൂടിയാണ് ഈ ഭാഗങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഫ്ലവർ ഷോ കാണുവാൻ കടന്നു വരുന്നവർക്ക് ഒരു രീതിയിലും നഷ്ടമുണ്ടാകാൻ പാടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഇവർ ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ സംഘാടകരെ മുഴുവനും ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അത്രമാത്രം ബൃഹത്തായ സംവിധാനങ്ങളാണ് ഈ ഒരു ഭാഗത്ത് അവർ ഒരുക്കിയിരിക്കുന്നത്. 2025 ആണ്ട് ജനുവരി മാസത്തിലെ ഈ ഒരു ഫ്ലവർ ഷോ സബർമതി റിവർ ഫ്രണ്ടിൽ ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിഗംഭീരമായ രീതിയിലാണ് എന്ന് എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും വന്ന് കാണണം. പ്രത്യേകിച്ച് അഹമ്മദാബാദിൽ താമസിക്കുന്ന മലയാളികൾ, ആ ഒരു ഉദ്ദേശം കൂടി ഇതിൻ്റെ പിന്നിൽ ഈ എപ്പിസോഡ് പുറത്തിറക്കുമ്പോൾ എനിക്കുണ്ട് എന്നുള്ള കാര്യം കൂടി എടുത്തു പറയുവാൻ ആഗ്രഹിക്കുകയാണ്. കാരണം മനോഹരമായ ദൃശ്യഭംഗികളൊന്നും നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ മിസ്സാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഫ്ലവർ ഷോ അതിൻ്റെ പൂർണ്ണതയിൽ തന്നെ ചിത്രീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. വീഡിയോയിൽ കാണുന്ന ഒരു രീതിയല്ല നേരിട്ട് കാണുമ്പോൾ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നമ്മൾ നേരിട്ട് കാണേണ്ടതാണ്. അതുകൊണ്ട് നേരിട്ട് കാണുക എന്നുള്ള ഉദ്ദേശം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. ഈ ഒരു പൂർണ്ണ ചിത്രീകരണത്തിൻ്റെ ഉദ്ദേശം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പിന്നീട് ഓർമ്മയിൽ സൂക്ഷിക്കുവാൻ ഒരു മണിമുത്ത് പോലെ ഈ എപ്പിസോഡ് പിന്നീട് നമുക്ക് കാരണമാകണം. ആ ഉദ്ദേശത്തോടു കൂടിയാണ് ഒരു ഭാഗം പോലും മിസ്സാകാതെ ഈ ഒരു വീഡിയോ ചിത്രീകരണം അതിൻ്റെ പൂർണ്ണതയിൽ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗുജറാത്തിൽ താമസിക്കുന്ന പ്രവാസികളായ മലയാളികളോട് ഒരു വാക്കുകൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഗുജറാത്തിൽ എത്ര വർഷം പ്രവാസിയായിട്ട് താമസിച്ചു എന്നതിലല്ല നിങ്ങളുടെ മേന്മ അടങ്ങിയിരിക്കുന്നത്. എത്രമാത്രം ജോലി ചെയ്തു സമ്പാദിച്ചു, പണം സമ്പാദിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല നിങ്ങളുടെ മാഹാത്മ്യം അടങ്ങിയിരിക്കുന്നത്.
ഗുജറാത്തിലായിരിക്കുമ്പോൾ ഗുജറാത്തിൻ്റെ സംസ്കാരത്തോട് ചേർന്ന് നമ്മൾ എത്രമാത്രം ഗുജറാത്ത് സ്റ്റേറ്റിനെ മനസ്സിലാക്കി എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കണം നമ്മുടെ പിന്നീടുള്ള വലിയ ഓർമ്മകൾ അയവിറക്കേണ്ടത്. ഓർമ്മയെ സൂക്ഷിക്കാൻ ഒരു മണിമുത്ത് എന്നുള്ള രീതിയിലാണ് 2025 സബർമതി റിവർ ഫ്രണ്ടിനോട് അനുബന്ധിച്ചുള്ള ഈ ഒരു ഫ്ലവർ ഷോ ഞാൻ പുറത്തിറക്കുവാൻ ഉദ്ദേശിക്കുന്നത്. എന്നും ഓർമ്മയെ സൂക്ഷിക്കുവാൻ ഈ ഒരു ഫ്ലവർ ഷോ നമുക്ക് കാരണമാകട്ടെ. പ്രവാസിയായിട്ട് ഗുജറാത്തിൽ താമസിക്കുന്ന ഓരോ മലയാളിയും തീർച്ചയായിട്ടും വന്ന് കാണേണ്ട ഒരു ഫ്ലവർ ഷോയാണ് എന്നുള്ള കാര്യം ഏറെ സ്നേഹത്തോടുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് മിസ്സാകരുത്. 2025 ഈ വ്യത്യസ്തത നിറഞ്ഞ ഈ ഒരു ഫ്ലവർ ഷോ അത് മിസ്സാകരുത്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ പൂർണ്ണമായ ഒരു ചിത്രീകരണം ഞാൻ നടത്തിയിരിക്കുന്നത്.